സ്റ്റീഫൻ ഹോക്കിംഗ് 55 വർഷം വീൽചെയറിൽ. എന്നാൽ അവന്റെ മനസ്സ് ലോകം മാറ്റി. അവൻ നടക്കാനായില്ല, ഭക്ഷിക്കാനായില്ല, സംസാരിക്കാനായില്ല. എങ്കിലും അത്ഭുതകരമായി അവൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആളുകളോട് സംസാരിക്കാൻ വഴി കണ്ടെത്തി. ഭാവി കണ്ടും തന്റെ സിദ്ധാന്തങ്ങൾ വീണ്ടും വീണ്ടും ശരിയെന്ന് തെളിയിച്ച ഒരാൾ. അവൻ ഇനി നമ്മോടൊപ്പമില്ലെങ്കിലും മരിക്കുന്നതിനു മുമ്പ് ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് ചില ഭയാനക പ്രവചനങ്ങൾ ചെയ്തു. ആ പ്രവചനങ്ങൾ സത്യമായാൽ ഭൂമി അടുത്ത 200 വർഷത്തിനുള്ളിൽ നശിച്ചു പോകും. ഇന്നത്തെ വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ ഞങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതവും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള 6 ഭയാനക പ്രവചനങ്ങളും വെളിപ്പെടുത്തുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് 21 വയസ്സായിരിക്കുമ്പോൾ സാധാരണയായി 50 വയസ്സിന് മുകളിലുള്ളവരെ ബാധിക്കുന്ന ഒരു രോഗം അദ്ദേഹത്തിന് സ്ഥിരീകരിച്ചു. ഇത് ഏതെങ്കിലും സാധാരണ രോഗമല്ലായിരുന്നു. അതിന് ഉറപ്പായ മരണം എന്നാണ് അർത്ഥം. ഡോക്ടർമാർ സ്റ്റീഫനോട് വാർത്ത പറഞ്ഞപ്പോൾ അത് മിന്നലേറ്റ പോലെ തോന്നിച്ചു. വെറും 2 വർഷം മാത്രമാണ് അവൻ നൽകിയത്. പക്ഷേ ഹോക്കിംഗ് ജീവിച്ചു മാത്രമല്ല, അദ്ദേഹം ആ രോഗത്തോടൊപ്പം 55 വർഷം ജീവിച്ചു. ഡോക്ടർമാരെ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിച്ചു. അദ്ദേഹം രോഗം തന്റെ ജീവിതം നിയന്ത്രിക്കാൻ അനുവദിച്ചില്ല. പകരം അദ്ദേഹം അതിനെ തന്റെ ഏറ്റവും വലിയ ശക്തിയാക്കി. അദ്ദേഹം നടക്കാനും ഭക്ഷണം കഴിക്കാനും കുടിക്കാനും സംസാരിക്കാനും കഴിയാതിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും വഴങ്ങില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ഒരു ട്യൂബും ശ്വസിക്കാൻ മറ്റൊന്ന് ഉപയോഗിച്ചു. സംവദിക്കാൻ അദ്ദേഹത്തിന്റെ വീൽചെയറിലേക്ക് ഒരു പ്രത്യേക കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. അവൻ തന്റെ ചുണ്ടിലെ ചെറിയ പേശി ഉപയോഗിച്ച് അതിൽ ടൈപ്പ് ചെയ്തിരുന്നു. കമ്പ്യൂട്ടർ പിന്നീട് അവന്റെ വാക്കുകൾ ശബ്ദമാക്കി മാറ്റി മറ്റുള്ളവർക്ക് അവനെ കേൾക്കാൻ സാധിച്ചു. അവന്റെ ശരീരത്തിന്റെ ഭൂരിഭാഗവും പ്രവർത്തനം നിർത്തി. പക്ഷേ അവനു ഇപ്പോഴും നമ്മിൽ പലർക്കും ഒരിക്കലും ഇല്ലാത്ത ഒരു ശക്തമായ കാര്യമുണ്ടായിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്ങിന് അസാമാന്യമായ ബുദ്ധിയുണ്ടായിരുന്നു. ചിന്തിക്കാനും മനസ്സിലാക്കാനും അവന്റെ കഴിവ് സാധാരണ മനുഷ്യരെക്കാൾ ഏറെ മുന്നിലായിരുന്നു. ആ വീൽചെയറിൽ നിന്ന് അവൻ 8 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. ഐൻസ്റ്റീൻ ശേഷം അവൻ ലോകത്തിലെ 2ാമത്തെ മഹത്തായ ശാസ്ത്രജ്ഞനായി മാറി. അവൻ ബ്രഹ്മാണ്ഡത്തിലെ രഹസ്യങ്ങൾ പുറത്തെടുത്തു, എല്ലാവരെയും വിസ്മയിപ്പിച്ചു. സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിന് ശരിയാണെന്ന് തെളിഞ്ഞ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു. അവയിൽ അവന്റെ ബ്ലാക്ക് ഹോൾസ് സിദ്ധാന്തം ഉണ്ടായിരുന്നു. അത് ശാസ്ത്രജ്ഞന്മാരെയും ഗവേഷകരെയും ആഗോളതലത്തിൽ വിസ്മയിപ്പിച്ചു. ഹോക്കിംഗ് ലോകത്തെ ഭയപ്പെടുത്തുന്ന പല പ്രവചനങ്ങളും നടത്തി. ഈ ഭീതിജനകമായ പ്രവചനങ്ങളിൽ ഹോക്കിംഗ് ഭൂമിയും മനുഷ്യരാശിയും എപ്പോൾ എങ്ങനെ അവസാനിക്കാമെന്ന് വിശദീകരിച്ചു. ആ ശക്തമായ 6 പ്രവചനങ്ങളെ അന്വേഷിക്കാം. നമ്പർ 6. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അഭിപ്രായത്തിൽ മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ ഭീഷണി ബാഹ്യാകാശത്തിൽ നിന്ന് അല്ല, അതായത് മനുഷ്യരിൽ നിന്ന് തന്നെ. 2016 വൈറസുകൾക്കെതിരെ പോരാടാൻ വികസിപ്പിക്കുന്ന പല വാക്സിനുകളും ജനിതകമായി നിർമ്മിച്ചതാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അത് വാക്സിനുകൾ വൈറസിന്റെ DNA മാറ്റി നിർമ്മിച്ചതാണ്, അതിനാൽ അത് മനുഷ്യരെ ബാധിക്കില്ല. ഹോക്കിംഗ് വിശ്വസിച്ചത് കുറുകിയ കാലയളവിൽ ഈ വാക്സിനുകൾ സാധാരണയായി സഹായകരമായിരിക്കും, കാരണം വൈറസ് നമ്മെ ഹാനി ചെയ്യാൻ കഴിയില്ല. എന്നാൽ ദീർഘകാലത്ത് അവ മനുഷ്യരുടെ DNA മാറ്റാൻ ഇടയാക്കുമെന്ന ഭയം അവനുണ്ടായിരുന്നു. അതോടെ നമ്മുടെ നാശത്തിലേക്കും നയിക്കും. ഇന്ന് ഫാർമസിസ്റ്റുകൾ നിരവധി മരണകാരിയായ വൈറസുകൾ ഒരൊറ്റ ഷോട്ട് വാക്സിനിലേക്ക് കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ഇതിന്റെ ജീവനുള്ള ഉദാഹരണം റോട്ടാടെക് വാക്സിൻ ആണ്. റോട്ടാ വൈറസിൽ നിന്ന് നവജാത ശിശുക്കളെ സംരക്ഷിക്കാൻ ഇത് വികസിപ്പിച്ചു. ഈ വാക്സിൻ പശുക്കളുടെയും മനുഷ്യരുടെയും DNA മാറ്റി സൃഷ്ടിച്ചതാണ്. ഇത് റോട്ടാ വൈറസ് അണുബാധയിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പക്ഷേ ചോദ്യം നിലനിൽക്കുന്നു, ദീർഘകാല പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള ഉത്തരമൊരുക്കാൻ സമയം മാത്രമേ കഴിയൂ. നമ്പർ 5. അദ്ദേഹത്തിന്റെ 55 വർഷത്തെ ജീവിതത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ബഹിരാകാശത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണം നടത്തി. തന്റെ ഗവേഷണത്തിലൂടെ ഭൂമിക്ക് പുറത്തും ജീവൻ ഉണ്ടെന്ന് അദ്ദേഹം നിഗമനം ചെയ്തു. ഒരു ദിവസം വിദേശജീവികൾ നമ്മുടെ ഗ്രഹത്തെ നിയന്ത്രിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇപ്പോൾ ശാസ്ത്രീയ സിദ്ധാന്തപ്രകാരം ബ്രഹ്മാണ്ഡം ഒരു ബിഗ് ബാങ് മൂലം രൂപപ്പെട്ടു. പക്ഷേ ഹോക്കിങ്ങിന്റെ കാഴ്ചപ്പാട് കുറച്ചു വ്യത്യസ്തമായിരുന്നു. അവൻ വിശ്വസിച്ചത് ഒരേയൊരു ബിഗ് ബാങ് മാത്രമല്ല, പല ബിഗ് ബാങ്ങുകളും ഉണ്ടെന്ന്. ഒന്നൊന്നായി ഓരോത് വ്യത്യസ്തമായ ബ്രഹ്മാണ്ഡം സൃഷ്ടിച്ചു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഹോക്കിംഗ് സമാന്തര ബ്രഹ്മാണ്ഡങ്ങളിൽ വിശ്വസിച്ചു. അതെ, ഞങ്ങൾ ഇതുവരെ മറ്റൊന്നിന്റെ തെളിവ് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഹോക്കിങ്ങിന് ഉറപ്പുണ്ടായിരുന്നു, അന്യഗ്രഹവാസികൾ വരും. ഭൂമി എല്ലായ്പ്പോഴും നമ്മുടെ സ്വന്തം ആയിരിക്കില്ല. നമ്പർ 4. 2018 മരണത്തിന് 2 ആഴ്ച മുമ്പ് സ്റ്റീഫൻ ഹോക്കിംഗ് തന്റെ അവസാന ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. അതിന് എ സ്മൂത്ത് എക്സിറ്റ് ഫ്രം എറ്റേണൽ ഇൻഫ്ലേഷൻ എന്ന് പേരിട്ടിരുന്നു. അവന്റെ മൾട്ടിവേഴ്സ് സിദ്ധാന്തം തെളിയിക്കാൻ ധീരമായ ശ്രമം. അതിൽ ഹോക്കിംഗ് വിശദീകരിച്ചത്
നമ്മുടെ ബ്രഹ്മാണ്ഡം ബിഗ് ബാങ് മൂലം രൂപപ്പെട്ടതാണെങ്കിലും അത് ഇന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, ഒരു ദിവസം ബ്രഹ്മാണ്ഡത്തിന് വിപുലീകരിക്കാൻ മതിയായ ഊർജം ഉണ്ടാകില്ല. ഒന്നൊന്നായി നക്ഷത്രങ്ങൾ അണഞ്ഞുപോകും, അന്ധകാരം എല്ലാം കൈവശപ്പെടുത്തും. അത് നമ്മുടെ ബ്രഹ്മാണ്ഡത്തിന്റെ അവസാനം ആയിരിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഒരു സമാന്തര ബ്രഹ്മാണ്ഡം കണ്ടെത്തി അവിടെ ഒരു പുതിയ വീട് പണിയണം, വളരെ വൈകുന്നതിനു മുമ്പ് എന്ന് ഹോക്കിംഗ് ആവശ്യപ്പെട്ടു. നമ്പർ 3. സ്റ്റീഫൻ ഹോക്കിംഗ് സ്വയം ഒരു റോബോട്ടിക് വീൽ ചെയറിൽ ആശ്രയിച്ചു. പക്ഷേ അത്ഭുതകരമായി അദ്ദേഹം റോബോട്ടുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടു. റോബോട്ടുകൾ മനുഷ്യരുടെ ജീവിതം എളുപ്പമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും അവ ദിവസേന കൂടുതൽ ബുദ്ധിമാനാകുന്നു. ഇന്ന് പ്രവർത്തിപ്പിക്കുന്ന റോബോട്ടുകൾ മനുഷ്യർ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഹോക്കിംഗ് ഒരു ഭാവി പ്രവചിച്ചു. റോബോട്ടുകൾ അത്രയും പുരോഗമിച്ചിരിക്കുമെന്ന് അവ സ്വയം മറ്റ് റോബോട്ടുകൾ നിർമ്മിക്കാനാകും. മനുഷ്യ ബുദ്ധിക്ക് അതിന്റെ പരിധികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് ഒരേ സമയം ഒരു ദിശയിൽ മാത്രം നോക്കാനോ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ കഴിയും. പക്ഷേ റോബോട്ടുകൾ, അവരുടെ ബുദ്ധി അനന്തമായി വളരാൻ കഴിയും. അത് മനുഷ്യർക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഹോക്കിംഗ് വിശ്വസിച്ചു, റോബോട്ടുകൾ ഒടുവിൽ നിയന്ത്രണം പിടിക്കാൻ ശ്രമിക്കും, അവർക്ക് വിജയിക്കാനും കഴിയും. നമ്പർ 2. നാം എല്ലാവരും അറിയുന്നു, കോപവും ഹിംസയും മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്, അതിനെ തടയാൻ വഴിയില്ല. സമീപകാല ഉദാഹരണം: റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. യുദ്ധത്തിൽ ജയിക്കാൻ മനുഷ്യർ മാരകായുധങ്ങൾ സൃഷ്ടിച്ചു. ഒരു നിമിഷം കൊണ്ട് മുഴുവൻ മനുഷ്യരാശിയെയും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ശക്തമായ ആയുധങ്ങൾ. ഇവയെ മഹാവിനാശായുധങ്ങൾ എന്ന് വിളിക്കുന്നു. ലോകമഹായുദ്ധ സമയത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 വ്യത്യസ്ത ആണവ ബോംബുകൾ വീഴ്ത്തി. അതിന്റെ മുറിവുകൾ ഇന്നും അവിടെ തന്നെ ഉണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നറിയിപ്പ് നൽകി, മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കാത്ത പക്ഷം അവർ മരണകരമായ ആണവയുദ്ധത്തിലേക്ക് തിരിയും. അതായത് ഭൂമിയുടെ അവസാന ദിവസം ആയേക്കാം. നമ്പർ 1. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഏറ്റവും ഭീകരമായ പ്രവചനങ്ങളിൽ ഒന്നാണ് ആഗോളതാപനം. അവൻ വിശ്വസിച്ചത്, ഭൂമിയെ മറ്റെല്ലാം കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ചാലും 600 വർഷത്തിനുള്ളിൽ അത് വാസയോഗ്യമല്ലാതാകും. ഓരോ വനവും കത്തിപ്പോകും, സമുദ്രങ്ങൾ ചുവന്നു തീരും, മനുഷ്യർ പൂർണ്ണമായി ഇല്ലാതാകും. പ്രധാന കുറ്റക്കാർ: വർദ്ധിക്കുന്ന ജനസംഖ്യയും നമ്മുടെ അത്യധികം ഫോസിൽ ഇന്ധന ഉപയോഗവും. ഹോക്കിംഗ് മുന്നറിയിപ്പ് നൽകി, 600 വർഷത്തിനുള്ളിൽ ഭൂമി ശുക്രനായി മാറാം. ശരാശരി താപനില 250°C വരെ ഉയരാം. മഴയ്ക്ക് പകരം സൾഫ്യൂറിക് ആസിഡ് ആകാശത്ത് നിന്ന് വീഴും. 360 കിലോമീറ്റർ പ്രതിമണിക്കൂർ വേഗത്തിൽ കത്തുന്ന കാറ്റുകൾ വീശും. അത് നിങ്ങൾ ഓവനിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ചൂടാണ്. ഹോക്കിംഗ് തന്റെ ഡോക്ടറുടെ 2 വർഷത്തെ പ്രവചനത്തെക്കാൾ 55 വർഷം കൂടുതലായി ജീവിച്ചതുപോലെ നാം ഒരു മരമുണ്ടാക്കിക്കൊണ്ട് ഭൂമിയുടെ ആയുസ് നീട്ടാം. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് കമന്റുകളിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് നന്ദി.